പത്തനംതിട്ട തിരുവല്ലയിൽ ബാലവേലയ്ക്ക് കൊണ്ടുവന്ന ഒരു 14-കാരനെ വഴിയിൽ ഉപേക്ഷിച്ച് മലയാളി മുങ്ങി എന്ന് പരാതി. ഹൈദരാബാദിൽ ജോലിയെടുത്ത പണം ചോദിച്ചപ്പോൾ തിരുവല്ലയിൽ ഇറക്കി വിടുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ മൊഴി. 14-കാരനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. 24 എക്സ്ക്ലൂസീവ്. ശ്രീകുമാർ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. ശ്രീത്ത്, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിൽ കുട്ടി സുരക്ഷിതനാണോ? ആദ്യമേ പറയട്ടെ, കുട്ടി സുരക്ഷിതനാണ്. ചെങ്ങന്നൂരിൽ നിന്ന് പരിശോധനയ്ക്ക് തിരുവല്ലയിലേക്ക് എത്തിയ RPF സംഘമാണ് ഈ കുട്ടിയെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി കണ്ടെത്തുന്നത്. ഈ കുട്ടി അവശനായിരുന്നു, അതിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്നാണ് RPF ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞത്. ഉടൻ തന്നെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ മലയാളി അല്ല എന്ന് മനസ്സിലായി. കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോദിച്ചറിഞ്ഞപ്പോൾ അവിടെ അച്ഛനും അമ്മയും മരിച്ചതാണ്. ഹൈദരാബാദ് ആണ് അദ്ദേഹം, വിജയവാഡയിലാണ് ഈ കുട്ടിയുടെ സ്വദേശം. എന്തായാലും അച്ഛനും അമ്മയും മരിച്ചുപോയതാണ്. അവിടെ ഒരു ചായക്കടയിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് മലയാളിയോടൊപ്പം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നത്. സുമേഷ് എന്നാണ് മലയാളിയുടെ പേര് എന്ന ഒരു വിവരം മാത്രം ആ കുട്ടിക്ക് അറിയാം. അങ്ങനെ മറ്റൊരു സ്ഥലത്തു കൂടി, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കൂടി ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഒരു വ്യക്തതയില്ല. എന്തായാലും അതിനുശേഷം പണം ചോദിച്ചപ്പോൾ തിരുവല്ലയിലെ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ഇറക്കിവിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോവുകയായിരുന്നു ഈ മലയാളി എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ കുട്ടി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും RPF ഉദ്യോഗസ്ഥർ കുട്ടിയെ വിശദമായ രീതിയിൽ തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് ശിശുക്ഷേമ സമിതിയുടെ ആളുകളുമായി ബന്ധപ്പെട്ടത്. അവരെന്തായാലും എത്തി ഇന്നലത്തെ രാത്രിയോടുകൂടി തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കി പെട്ടെന്ന് തന്നെ കുട്ടിയെ ഹോമിലേക്ക്, ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സുമേഷ് എന്നയാളെ കണ്ടെത്താൻ ആവശ്യമായ നടപടി ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് വിജയവാഡയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഈ കുട്ടിയുടെ ജില്ല ഏതാണ് അല്ലെങ്കിൽ സ്ഥലം ഏതാണ് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ വ്യക്തമായ വിവരം ഈ കുട്ടി പറയുന്നില്ല. എന്തായാലും അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. 14-കാരൻ എന്തായാലും സുരക്ഷിതനാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പറയുന്നത്. ബാലവേലയ്ക്ക് കൊണ്ടുവന്നു എന്ന നിർണായകമായ വിവരമാണ് ഏറ്റവും ഒടുവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴിയായി കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി. ശ്രീകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അച്ഛനമ്മയും നഷ്ടപ്പെട്ടവനാണ്, അനാഥനായ കുഞ്ഞാണ്, 15 വയസ്സ് താഴ്ന്നു പറയുമ്പോൾ ചെറിയ പ്രായമാണ്. അപ്പോൾ ആ പ്രായത്തിലൊക്കെ ജോലിക്കിറങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങേറ്റം നിസ്സഹായതയാണ്. ഇനി ആ കുട്ടിയെ കൊണ്ട്, അച്ഛനമ്മ ഇല്ലാത്ത കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിച്ച് കൂലി വയ്ക്കുമ്പോഴത്തേക്കൊണ്ട് ഇറക്കി വിട്ടു പോകാമെന്നൊക്കെ പറയുന്നത് സുമേഷേ കേൾക്കുന്നുണ്ട്. നാണക്കേടാ, കഷ്ടം.